പറയാറുണ്ട് ഈശോ ഈ ആൾക്കാരെ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ട് മാതാപിതാക്കൾ വരുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിൽ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അവർ സുഖപ്പെടണം. കാര്യം പേടിയെന്ന് വെച്ചാൽ ഈ മാതാപിതാക്കന്മാരെ ഉള്ളിടത്തോളം കാലമല്ലേ ആ കുഞ്ഞിനെ എന്തെങ്കിലും ആരെങ്കിലും ഉള്ളൂ, അത് കഴിഞ്ഞ് ആര് നോക്കാനാണ്? അതാണ് എൻ്റെ പേടി. ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് പോരുമ്പോൾ അപ്പുറത്തെ ഇടവകയിൽ ഞാൻ ഇരിക്കരുന്ന്, അപ്പുറത്തെ വലിയ കലപൂര്. അവിടെ ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫറായി പോരുമ്പോൾ ഒരു ടീച്ചറായിരുന്നു അമ്മച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത്, ഇനി എനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ ആരോട് പറയും? അവരടുത്താണ് താമസിക്കുന്നത്, അവർക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് പറഞ്ഞാൽ മതി. പണ്ട് പള്ളി ഇവിടെ വരുമ്പോൾ പറയാറുണ്ട്. അതല്ല പ്രശ്നം, അവരുടെ മകൻ ഒരു 10-40 വയസ്സുള്ള മകനാണ്. ആ മകന് ഓട്ടിസവും എപ്പിലെപ്സിയും എല്ലാം കൊണ്ടൊരു രോഗമാണ്. അപ്പോൾ ആ മകനെ ഇവരെയാണ് പിടിച്ചുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോകുന്നത്, 40 വയസ്സുകാരന് ഇപ്പോഴും. എന്നോട് ചോദിക്കണത് അതിന് അത് എൻ്റെ കാലം കഴിഞ്ഞാൽ ഈ മകനെ എന്ത് ചെയ്യുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞ് കർത്താവ് അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞു. കാര്യം എനിക്ക് പറയാമല്ലോ, ഞാനാണല്ലോ പറയേണ്ടത്. എന്താ കാര്യം? കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലേ, അപ്പം ഞാനല്ലേ അതിന് മറുപടി. ജനങ്ങളുടെ വേദനകൾക്കെല്ലാം മറുപടി പറയേണ്ടത് ഒരു ബാധ്യത എനിക്കുണ്ട്. ആ അഭിഷേകം അതിനുവേണ്ടിയാണ് ഈ പട്ടം ഏറ്റിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് കർത്താവ് അതിനൊരു മറുപടി കണ്ടിട്ടുണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ മറുപടി കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണം. എന്താ കാര്യം? നിൻ്റെ നാമത്തിലല്ല പറയണത്. അപ്പോൾ കൊറോണ വന്നപ്പോൾ എനിക്ക് പെട്ടെന്നൊരു കത്ത് വന്നു, ഒരു ഫോൺ വന്നു, അവൻ മരിച്ചു പോയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, കർത്താവേ നന്ദി. എന്താ കാര്യം എന്നറിയാമോ? നന്ദിയേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ആ ടീച്ചർ മരിച്ചാൽ അവനെ നോക്കാൻ ആരുമില്ല. അപ്പം അതുകൊണ്ട് കർത്താവ് ഒരു തീരുമാനമെടുത്തു. പക്ഷേ അത് ഓർക്കുമ്പോൾ കർത്താവേ അങ്ങനെ ഒരു അന്തിമ തീരുമാനമേ ഉള്ള ഈശോയെ. അപ്പോൾ ഇന്നലെ ഒരു സാക്ഷ്യമുണ്ടായി, ഇത് ആഴ്ച 2 സാക്ഷ്യമുണ്ടായി. എപ്പിലെപ്സിയും ഓട്ടിസവും ഒരുമിച്ചുള്ള കുട്ടി. അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പോയി. പക്ഷേ വീട്ടിൽ ചെന്നപ്പോൾ പതുക്കെ അവൻ്റെ ലക്ഷണം മാറി. അച്ഛനെ കണ്ടില്ല അവർ, പക്ഷെ അവിടെ കുഞ്ഞിൻ്റെ ലക്ഷണം മാറി. അവൻ സംസാരിക്കത്തില്ലായിരുന്നു. അവൻ സംസാരിക്കാൻ തുടങ്ങി. അവൻ സ്വന്തം കാര്യമൊന്നും ചെയ്യത്തില്ലായിരുന്നു. അവനെല്ലാം സ്വന്തം കാര്യം പതുക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഉടമ്പടി തന്നെ ആ എപ്പിലെപ്സിനെ എടുത്തു മാറ്റി, ആ ഓട്ടിസത്തെ ഹൈപ്പർ ആക്ടിവിറ്റിയെ എടുത്തു മാറ്റി. എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ട ഇതാണ്, ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടണത്? ഫസ്റ്റ് ദൈവത്തിൻ്റെ പ്രസൻസാണ്. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയണത്. അത് നിൻ്റെ ഭാരങ്ങൾ വെറുതെ ചുമ്മാ കാണാൻ പറഞ്ഞതല്ല, നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാനാണ് പറയുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കണം ദൈവമേ. എൻ്റെ കുടുംബത്തിലുള്ള നാനാജാതി രോഗങ്ങള്, നാനാജാതി തകർച്ചകള്, മക്കളില്ലാത്ത അവസ്ഥകള്, ഉള്ള മക്കൾക്ക് തെറ്റായ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്ന തിന്മയുടെ ബന്ധങ്ങള്, എല്ലാം യേശുവിന്റെ രക്തത്താൽ ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിലെ കഴുകപ്പെടട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരെ, അങ്ങോട്ട് പോകാൻ പോകുന്നവർ, അതിൻ്റെ കുരുക്കുകളിൽ പെട്ടിരിക്കുന്നവർ, അതിൻ്റെ രേഖകൾ ലഭ്യമല്ലാത്തവർ. കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് അവരുടെ രേഖകൾ വിത്തുകളുടെ പോയല്ല. അപ്പോൾ കോവിഡ് കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സമയമാണ്. അതായത് 1.5 കൊല്ലം കിട്ടേണ്ട രേഖകൾ ഇവർ ചെല്ലാൻ വേണ്ടി ഓരോ ഓഫീസിലും അന്ന് മാത്രം പ്രസൻ്റായിട്ടുള്ള ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ, അന്ന് മാത്രം പ്രസൻ്റായിട്ടുള്ള LD ക്ലർക്കുകൾ, UD ക്ലർക്കുകൾ, ഇവർക്ക് വേണ്ടി മാത്രം മാതാവ് പ്രസൻ്റായിക്കൊണ്ടിരിക്കുക. ആ ദിവസങ്ങളൊന്നും അവർ ലീവാണ്. ഇവർ ചെല്ലുമ്പോൾ അവരുണ്ട്. ദാറ്റ് മീൻസ് 1.5 കൊല്ലം കിട്ടേണ്ട കാര്യങ്ങളാണ് 1.5 ആഴ്ച കൊണ്ട് സെറ്റാക്കി അമ്മ അവരെ പാക്ക് ചെയ്യണത്. എൻ്റെ മക്കളെ, എല്ലാ കാര്യങ്ങളിലും കണ്ണിൽ എണ്ണയും ഒഴിച്ചെന്ന പോലെ ദൈവം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്.
ആ നിങ്ങൾ ദൈവത്തിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, കർത്താവേ കൂടുതൽ വിശ്വസ്തയോടെ ഉടമ്പടി അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിനെ ഏറ്റുപറയാൻ എന്നെയും തിരഞ്ഞെടുത്തതിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവർ, നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അച്ഛൻ ഇതുവരെ ഈ അനൗൺസ് ചെയ്യാത്ത രോഗങ്ങൾ, വാതരോഗങ്ങളായിക്കൊള്ളട്ടെ, മസ്തിഷ്കത്തിൻ്റെ രോഗങ്ങളായിക്കൊള്ളട്ടെ, ശരീരത്തിലുണ്ടാകുന്ന മുഴകളായിക്കൊള്ളട്ടെ, ബ്രസ്റ്റിൻ്റെ മുഴകളായിക്കൊള്ളട്ടെ, തൈറോയിഡ് ടോൺസൈറ്റ് രോഗങ്ങൾ, ഉള്ളംകാലം മുതൽ ഉച്ചവരെ ഉണ്ടാകുന്ന വ്യത്യസ്തമായ രോഗങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പരിശുദ്ധയുടെ മധ്യസ്ഥ സമർപ്പിക്കാൻ വേണ്ടി നിങ്ങൾ 2 കൈയും നെഞ്ചത്ത് പിണച്ച് വെക്കണം. എന്നെ ശ്രവിക്കുന്ന ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം ഏത് കാലത്താണ് കൂടുന്നത്, അവിടെയും ഈ ധ്യാനം ആ സമയത്തും ഇത് കർത്താവിൻ്റെ അനുഭവം അവർക്കുണ്ടാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടുന്നു. അമ്മയെ പരിശുദ്ധമ്മ അനേകം മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. മുടി കൊഴിയുന്ന മക്കൾ തൊട്ട് നഖം കെട്ടുപോകുന്ന മക്കൾ വരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആന്തരികമായ അവയവങ്ങൾ, ഓരോരോ അവയവങ്ങൾ, രോഗം കണ്ടുപിടിക്കാത്തവർ, മരുന്ന് ഒന്നിനു വരെ ഒന്നായിട്ടൊക്കെ അഴിച്ചിട്ടും പിടിക്കാത്തവർ, അതേസമയം തന്നെ ഇപ്പോഴും ഉടമ്പടിക്ക് ആശീർവാദം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഇരിക്കുന്നവർ, ഓപ്പറേഷനിൽ വിധേയമാകാൻ പോകുന്നവർ, ഓപ്പറേഷൻ കഴിഞ്ഞു പോയവർ, കർത്താവ് മണിക്കൂറിൽ എണ്ണി പറഞ്ഞിരിക്കുന്നവർ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും കർത്താവെ വിഷമം അനുഭവിക്കുന്നവർ, സ്ഥലം വിറ്റുപോകാത്തവർ, കെട്ടിടം വിറ്റുപോകാത്തവർ, സ്ഥലം വാങ്ങിക്കാൻ പറ്റാത്തവർ, അതുപോലെ തന്നെ കർത്താവ് പാണ്ഡ്യശേഖരങ്ങൾ കൃഷി ഇറക്കിയിട്ട് ഫലം കിട്ടാത്തവരെ, പലതരത്തിലുള്ള തർക്കങ്ങൾ, വഴക്കുകൾ, വിദ്വേഷം കൊണ്ട് സ്വന്തം സ്ഥലം കൈമോശം വന്നു പോണവർ, വഴിയില്ലാത്തവർ, കർത്താവ് എല്ലാ തരത്തിലും വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടാത്തവർ, കെടുവെള്ളം കയറി കിടക്കുന്നവർ, പ്രളയബാധിതരായിട്ടുള്ള മക്കൾ, എങ്ങനെ എന്തെല്ലാം തരത്തിൽ കർത്താവ് ഡിലാപ്പിഡേറ്റഡായിട്ടുള്ള ഭവനങ്ങളുള്ളവർ, ജീർണ ഭവനങ്ങൾ, അത് താമസിക്കാൻ പറ്റാത്തവർ, ഇടുങ്ങിയ കോലം കെട്ടിയ ഭവനങ്ങളുള്ളവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ അവരിലേക്ക് ആവശ്യിക്കട്ടെ. ഇന്ന് വരെ എടുത്തിട്ടുള്ള ഉടമ്പടിയുടെ മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുനീര് കർത്താവ് പൂർണ്ണമായി ഏറ്റെടുത്ത് സാക്ഷികളാക്കി മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. മൗനമായി പ്രാർത്ഥിക്കുക. എന്തെങ്കിലും സ്വകാര്യതയുണ്ടെങ്കിൽ മൗനമായി അമ്മയ്ക്ക് സമർപ്പിക്കുക. കണ്ണടച്ച് കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് മൗനമായി നിങ്ങളുടെ സ്വകാര്യ സങ്കടങ്ങളെ ഇപ്പോഴും ആരാധനയിൽ സമർപ്പിക്കുക. ബ്രസ്റ്റിലെ ക്യാൻസർ രോഗികളെ അവർ ബ്രസ്റ്റ് തൊട്ട് തന്നെ പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് സൗഖ്യപ്പെടാൻ സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഈശോ പറയുന്നു. ശരീരത്തിൽ ചുവന്ന് തൊടുത്തൊക്കെ വരുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട് ഈശോ. അവരെല്ലാം കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൊറിച്ചിലും അതുപോലെ തന്നെ കടിച്ചിലൊക്കെ ഉള്ള ആൾക്കാരെ കർത്താവിന് തിരുരത്തം തൊട്ട് കഴുകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കക്ഷം പൊക്കാൻ പറ്റാത്തൊരു കക്ഷത്തിൽ കുരുവുള്ളവർ അവരെല്ലാം ഇപ്പോഴും തൊട്ട് കർത്താവ് സുഖപ്പെടുത്തുന്ന സമയങ്ങളാണ്. കർത്താവിന് തിരുരക്തം, കർത്താവിൻ്റെ കുരിശുരൂപം, കർത്താവിൻ്റെ കൈ വിരിച്ചുള്ള പീഡിത രൂപത്തെയാണ് ഈ രോഗങ്ങളെല്ലാം സമർപ്പിക്കേണ്ടത്. കർത്താവിൻ്റെ പീഡാനുഭവത്തോട് നിങ്ങളുടെ രോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്ന. മുട്ട നിൽക്കുക, നമുക്ക് ആശീർവാദം മേടിക്കാം. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളിപ്പോഴേ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ അകുലതകളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയോട് പറയാം. ഞങ്ങളെല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ എല്ലാ ജീവിത മേഖലകളെയും നീ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടുക മാത്രമല്ല, അത് അനുഭവിക്കാനുള്ള വലിയ യോഗ്യതയും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കൂടെ വന്ന് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ മരിയ, ആവേ 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 മരിയ. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനും സാക്ഷ്യം പറയാനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ 5:30 തൊട്ട് തന്നെ ആൾക്കാർ വരുന്നുണ്ട്. 6:30 തൊട്ടാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത്. നമ്പർ വരുമ്പോൾ തന്നെ നമ്പർ കൊടുക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ ചിലപ്പോൾ ക്ലോസ് ആയിരിക്കും. അപ്പോൾ സൈഡിലൂടെ വന്നിട്ട് അകത്ത് കയറുമ്പോൾ തന്നെ സൈഡിലാണ് നമ്പർ കൂപ്പൺ നമ്മൾ വരുമ്പോൾ നമ്പർ കൊടുക്കേണ്ട സ്ഥലം. ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതിയാകും. ജോലിക്കാരുണ്ടെങ്കിൽ കെട്ടിടത്തിൻ്റെ ഫ്രണ്ട് നാഷണൽ ഹൈവേക്ക് വേണ്ടി പൊളിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പണിക്കാരുണ്ടെങ്കിൽ അങ്ങോട്ട് കടക്കരുത്. കാര്യം മുകളിലൊക്കെ ഇരിക്കുകയാണ്. നമ്മുടെ ഭാഷ ഒന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരാണ്. അത് പറഞ്ഞാൽ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ സൈഡിലൂടെ ആൾക്കാരെ കയറ്റുന്നതിൻ്റെ കാര്യം. പ്രിക്കോഷ്യസ് ആണ്. ഞാൻ എല്ലാവരെയും തന്നെ കാണുന്നുണ്ട് കേട്ടോ. ആരെയും കാണാതെ ഒന്നും ഇരിക്കണില്ല. എല്ലാ ദിവസവും കാണുന്നുണ്ട്. 30 രാവിലെ കാണാം, 30 വൈകുന്നേരം കാണാം, ഉച്ചക്ക് കാണാം. അപ്പോൾ അതിപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആരെയും കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി സ്റ്റാറ്റസ് വെച്ച് കാണത്തുള്ളായിരുന്നു. 3 ഉടമ്പടിയൊക്കെ പുതുക്കിയാലേ കാണത്തുള്ളായിരുന്നു. ഒരു ഉടമ്പടിയിൽ ആകെ കഴിഞ്ഞാലേ കാണത്തുള്ളൂ. ഇപ്പോഴങ്ങനെയില്ല. ഉടമ്പടി എടുത്താൽ തന്നെ കാണും. വിഷയം സീരിയസ് ആകണമെന്നേ ഉള്ളൂ. വിഷയം സീരിയസ് ആകണം. മുമ്പിൽ ടൈം ഉണ്ടാകരുത്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതായത് വിഷയം സീരിയസ് ആയിരിക്കണം. അതിന് മുമ്പിൽ ടൈം ഉണ്ടാകരുത്. അതിന് രേഖയുണ്ടാകണം. പറഞ്ഞിട്ട് കാര്യമില്ല. പറയുമ്പോൾ എല്ലാവരും കയറി പറയാം അവിടെ. പക്ഷേ രേഖയുണ്ടാകണം. അപ്പോൾ അത് ജപ്തി നടപടിയായാലും ബാങ്ക് നടപടിയായാലും രേഖ ഉണ്ടല്ലോ. അതുപോലെ എല്ലാത്തിനും ഇപ്പോൾ ക്യാൻസർ ആണെന്ന് പറഞ്ഞാലും രേഖ ഉണ്ടാകും. പിന്നെ നമുക്ക് ആ രോഗിയെ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ നല്ല ആരോഗ്യമുള്ള ചില രോഗികൾ ക്യാൻസർ ആണെന്നും പറഞ്ഞ് അവിടുന്ന് വന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ പറയും ക്യാൻസർ ഉണ്ടായിരുന്നു, പണ്ടായിരുന്നു, ഇപ്പം ഇല്ല, ഈ മകളുടെ കെട്ടിച്ചൂടെ മകൾക്ക് പ്രശ്നമാണ്, അതുകൊണ്ട് വന്നതാണെന്ന് പറയും. അപ്പം അങ്ങനെ ചെയ്യരുത്. അപ്പം അതുകൊണ്ടാണ് രേഖകൾ വെക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാക്ഷ്യം പറയുന്ന അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, 99% പേരും അച്ഛനുമായിട്ട് ഉടമ്പടിക്കൊരു ബന്ധമില്ല. എന്നെ കണ്ടവരല്ല, അമ്മയെ കണ്ട ആൾക്കാരാണ്. അവിടെ സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ലേ, ഓട്ടിസം പോലും പോണ വഴിക്കാണ് അവർ സുഖപ്പെട്ട് കൊച്ചു സംസാരിക്കാൻ തുടങ്ങുന്നത്. അത് അമ്മ നേരിട്ട് ചെയ്യണ കാര്യം. കാര്യം അമ്മയെ എന്തുകൊണ്ടാണ് മേജർ മിറക്കിൾ സംഭവിക്കുന്നത്? ഉടമ്പടി ആയതുകൊണ്ടും അതുപോലെ തന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി നമുക്ക് തന്നത്. അതുകൊണ്ട് നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രാർത്ഥന കൊണ്ട് എനിക്ക് കിട്ടുന്ന സാക്ഷ്യം കൊണ്ട്
അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ എടുത്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കണമെന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്.